നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളോട് അവരെപ്പോഴാണ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇതുവരെ അവർ പ്രപ്പോസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെപ്പോഴാണ് നിങ്ങളോട് പ്രപ്പോസ് ചെയ്യുന്നത്? നമ്മളൊരു അപ്രോക്സിമേറ്റ് ടൈം നമുക്ക് നോക്കാം കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. ഓറക്കൽ മെസ്സേജ് ആണ് ആദ്യം നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ ഓക്കെ, അതങ്ങനെ തന്നെ മറിഞ്ഞു. അപ്പൊ ഞാനതങ്ങ് എടുക്കുകയാണ്. നിങ്ങളൊരു വഴിത്തിരിവിലാണെന്ന് പറയുന്നുണ്ട് ഈ ബന്ധത്തിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഈ വ്യക്തി നിങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്നുണ്ട്, ഈ വ്യക്തിക്കും നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ എപ്പോഴാണ്, അതാണ് ഒരു സംശയം. അപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. കാരണം ഈ വ്യക്തി ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏജ് ഓവർ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുവരെ ഇരിക്കാനുള്ള ക്ഷമയില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാം എന്നിവിടെ പറയുന്നുണ്ട്. ഒരു വഴിത്തിരിവാണ് നിങ്ങളുടെ ഈ ബന്ധം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഉള്ളിൽ പേടിയുണ്ട്, നാളെ ഒരിക്കൽ ഈ വ്യക്തി വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഈ കാത്തിരിക്കുന്നത് വെറുതെ ആകും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആകുലതകളൊക്കെ മാറാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. ധൈര്യത്തിന് വേണ്ടി രുദ്രമന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. ഓം നമോ ഭഗവതേ രുദ്രായ. മറ്റേ രുദ്രാക്ഷം വെച്ചിട്ട് 108 പ്രാവശ്യം ഒരു ദിവസം ജപിക്കണം. കുണ്ടലിനി യോഗ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ക്ഷമയില്ലായ്മ, ദേഷ്യം വരിക, വിശ്വാസമില്ലായ്മ, ഇതൊക്കെ നമ്മളുടെ കുണ്ടലിനിയുടെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് കുണ്ടലിനി യോഗ ചെയ്യണം, ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് ഡിവൈൻ ടൈമിങ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കുറെ കാര്യങ്ങൾ ഇനി നടക്കാൻ തുടങ്ങും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ ടൈമിങ് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ചിലരുടെ ജീവിതത്തിൽ ചിലരോട് പറയുന്നത് വളരെ ടോക്സിക് ആയ ഒരു അവസ്ഥയാണിത്. അപ്പൊ ഇത് ഡീടോക്സ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്.